നമസ്കാരം, RJ സൂരജാണ്. ദോഹയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഖത്തറിലുള്ള പ്രിയപ്പെട്ട ആളുകൾ സേഫ് അല്ലേ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. എല്ലാവരും സേഫാണ്, പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളുമില്ല, ആളപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഖത്തർ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വളരെ കൃത്യമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാനിക് ആവേണ്ട യാതൊരു സാഹചര്യവും ഇല്ല എന്നുള്ളതാണ് നിലവിലുള്ള അറിയിപ്പ്. ഫ്ലൈറ്റുകളൊക്കെ കുറച്ച് സമയത്തേക്ക് മാത്രം സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊക്കെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് നിലവിൽ അറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യരുത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ അയക്കുന്ന വോയിസ് നോട്ടുകൾ അല്ലെങ്കിൽ വീഡിയോസ് ഇതൊക്കെ മറ്റുള്ളവരെ, പ്രത്യേകിച്ച് നാട്ടിലുള്ള ആളുകളൊക്കെ പേടിപ്പിക്കുന്ന രീതിയിലുള്ളത് ആവാതിരിക്കാൻ നമ്മൾ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ മാധ്യമങ്ങളിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഭീതിജനകമായിട്ടുള്ള അന്തരീക്ഷം ഇവിടെ ഇല്ല. ആ ഒരു ചെറിയ സമയത്ത് പെട്ടെന്ന് എന്താണ് സംഭവിക്കുന്നത്, ആകാശത്ത് കാണുന്ന കാഴ്ചയിൽ ആളുകൾ ഇട്ട വീഡിയോസ് ആയിരിക്കും ഇപ്പം വളരെ പാനിക്കായിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ട് അവതരിപ്പിക്കപ്പെടുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രശ്നവും നിലവിലുള്ള വളരെ സാധാരണ രീതിയിൽ ഇന്നലത്തേതുപോലെ തന്നെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഖത്തറിലുള്ളത്. ഞാനിപ്പോൾ ചുറ്റുവട്ടത്തൊക്കെ കറങ്ങിയിട്ട് വരികയാണ്. അങ്ങനത്തെ ഒരു വിഷയം ഇവിടെ ഇല്ല. ആളുകളൊക്കെ സ്വാഭാവികമായിട്ട് ജീവിക്കുന്നുണ്ട്. പിന്നെ അതാത് രാജ്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വരുമ്പോൾ അവരവരുടെ പൗരന്മാരോട് ആളുകൾ സേഫായിട്ട് ഇരിക്കാൻ പറയും. അതായത് എംബസി പറയും. അതുപോലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ സിറ്റിസൺസിനോടൊക്കെ ഒന്ന് സേഫായിട്ടിരിക്കണം എന്നുള്ള ഒരു സാധാരണമായിട്ടുള്ളൊരു അറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളത്. പിന്നെ ഒരു പാനിക് ബൈങ്ങിൻ്റെ ആവശ്യം നിലവിലില്ല. അതായത് വാട്ടറൊക്കെ ഒരുപാട് ശേഖരിച്ച് വെക്കുക, അല്ലെങ്കിൽ പെട്രോൾ അടിച്ച് വെക്കുക, സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക, ഇതൊന്നും ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമൊന്നും നിലവിലില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷൻ ഖത്തറിലുള്ള ആളുകൾ അടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഏതുതരം സാഹചര്യങ്ങളെയും പ്രതിരോധിക്കാനുള്ള സംവിധാനം ഖത്തർ ഗവൺമെൻറ്റിനുണ്ട്. ഖത്തർ ഗവൺമെൻറ്റിൽ തന്നെ നമ്മൾ ഉറച്ച് വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. സ്ഥിതിഗതികൾ സാധാരണ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ.